ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ ഫർദർ പ്രോബ്ലംസ് ആണ്. അത് മെയിനായിട്ടും 4 ആക്ടിവിറ്റി റേഷ്യോസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ദെൻ ഇൻഡയറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ടേംസുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. ആ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇതാണ് ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം. STR 6 times, GP ratio 20% on sales, sales 3 lakhs, closing stock 10,000 more than opening stock, opening creditors 20,000, closing creditors 30,000, closing debtors 60,000, net working capital 50,000. Calculate average stock, purchases, CTR, average payment period, ആവറേജ് കളക്ഷൻ പീരീഡ് ആൻഡ് WCTR. അപ്പോൾ കുറച്ചധികം കണ്ടുപിടിക്കാണ്ട്, അതായത് ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാവരും ഒട്ടുമിക്കതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? STR തന്നിട്ടുണ്ട്. STR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ അതിന് പകരം എന്താണ് ഉപയോഗിക്കാറ്? ITR എന്നാണ് ഉപയോഗിക്കാറ്. ഞാൻ അന്ന് നോട്ട് തന്നപ്പോൾ പറഞ്ഞിരുന്നു ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് വിളിക്കും. അപ്പോൾ STR എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്? ITR തന്നെയാണ്. അത് തന്നിട്ടുണ്ട്. ദെൻ GP റേഷ്യോ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെ എന്താണ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ആവറേജ് സ്റ്റോക്കാണ്. നമുക്ക് കുറച്ച് 6 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ITR ഉണ്ട്. അപ്പം നമുക്ക് ITRൻ്റെ ഇക്വേഷനിൽ ആവറേജ് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതി നോക്കാം? ITR നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. ITR എഴുതി നോക്കാം. STR is equal to CGS divided by average stock. അതിൽ നമുക്ക് STR നമ്മുടെ കയ്യിലുണ്ട്, CGSഉം ഇല്ല, ആവറേജ് സ്റ്റോക്കും ഇല്ല. ആവറേജ് സ്റ്റോക്കാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ നോക്കാം? CGS എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. CGS കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. രണ്ടാമത്തെ ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. പക്ഷെ അവിടെ പർച്ചേസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളോട് പർച്ചേസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ നമുക്ക് നോക്കാം. CGS is equal to sales minus gross profit. സെയിൽസും തന്നിട്ടുണ്ട്, GP റേഷ്യോ തന്നിട്ടുണ്ട്. GP റേഷ്യോ തന്നാൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഇക്വേഷൻ എഴുതാം. CGS is equal to sales minus gross profit. That is equal to സെയിൽസ് എത്രയാണ്? 3 lakhs minus GP ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 20% ഓൺ സെയിൽസ്. സെയിൽസിൻ്റെ 20%. സെയിൽസ് എന്ന് പറയുന്നത് 3 lakhsൻ്റെ 20%. അതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 lakhsൻ്റെ 20% എന്ന് പറയുന്നത് 60,000 ആണ്. അത് 3 lakhsൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് CGS എത്ര കിട്ടി? 2,40,000 കിട്ടി. അപ്പോൾ നമുക്ക് ITRൻ്റെ ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള CGS നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ദാറ്റ് ഇസ് ഈക്വൽ ടു 2,40,000. ഇനി നമ്മൾ നേരത്തെ എഴുതിയ STRൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. STR എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് 6 is equal to CGS നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2,40,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് എത്ര കിട്ടും? എങ്ങനെയാണ് പിടിക്കുക? ഈ ആവറേജ് സ്റ്റോക്കിൽ അങ്ങോട്ട് കൊണ്ടുവരിക, 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 2,40,000 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഇസ് ഈക്വൽ ടു 40,000. നമുക്ക് എന്ത് കിട്ടി? ആവറേജ് സ്റ്റോക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഏറ്റവും അധികം കണ്ടുപിടിക്കാൻ പറഞ്ഞ എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ആവറേജ് സ്റ്റോക്ക് 40,000. ഓക്കെ. ദെൻ രണ്ടാമത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് പർച്ചേസസ് ആണ്. നമ്മൾ ഇന്നലെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തു. പർച്ചേസസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏതിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ മതി? CGSൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. നമ്മൾ ഇന്നലെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് CGSൻ്റെ ഇക്വേഷൻ എഴുതാം. CGS is equal to ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിൽ നമ്മുടെ കയ്യിൽ CGS നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ എന്തില്ല? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മുടെ കയ്യിലില്ല. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മളുടെ കയ്യിലില്ല. പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ഇതുപോലത്തെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 10,000 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിട്ട് എടുക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് X ആയിട്ട് എടുക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു X. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? എന്താ പറഞ്ഞേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 10,000 കൂടുതൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എത്ര എടുത്തേക്കുന്നത്? X. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 10,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ദാറ്റ് ഈസ് 10,000 പ്ലസ് X. അതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുക്കുക.
അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് എടുത്തു, ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് എക്സ് എടുത്തു. ഇനി നമ്മുടെ കയ്യിൽ എന്ത് കിടക്കുന്നുണ്ട്? ആവറേജ് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ആവറേജ് സ്റ്റോക്ക് എത്രയാണ്? 40,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിട്ട് എടുത്തേക്കുന്നത്? എക്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് ഇതിൽ ഇടാനായിട്ട് പറ്റും. 40,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ സ്ഥലത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എഴുതാം, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ സ്ഥലത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ആ 2നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 40,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2x കിടക്കുന്നുണ്ട്. അപ്പോൾ 2x പ്ലസ് 10,000 അപ്പോൾ 80,000. അപ്പോൾ 10 പ്ലസ് 10,000 അപ്പുറത്തെ സൈഡിൽ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 80,000 പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി. മൈനസ് 10,000 ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ x ഇസ് ഈക്വൽ ടു 80,000 10 കുറച്ചാൽ എത്രയാണ്? 70,000. ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇൻറ്റു 2 ഇങ്ങോട്ട് വന്നപ്പോൾ ബൈ 2 ആയി. 70,000 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 35,000 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നേരത്തെ ബൈ 2 ഉണ്ടല്ലോ, അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. 2x അവിടെ കിടക്കുന്നുണ്ട്. എക്സ് പ്ലസ് 10,000 പ്ലസ് എക്സ് ആണ് എടുക്കുന്നത്. ആ 2x കൂടുമ്പോൾ 2x ആയി. അങ്ങനെ നമുക്ക് എക്സ് നമുക്ക് എത്ര കിട്ടി? 35,000 കിട്ടി. നമ്മൾ എന്താണ് എക്സ് ആയിട്ട് എടുത്തേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 35,000. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? എന്താ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തേക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് എക്സ് എത്ര നമ്മൾ കണ്ടുപിടിച്ചാൽ? 35,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 45,000. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും കണ്ടുപിടിച്ചു, ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 ക്ലോസിംഗ് സ്റ്റോക്ക് 45,000 കിട്ടി. ഇനി നമ്മൾ എവിടുന്ന വന്ന് നമുക്ക് പെർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സി ജി എസിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം നമുക്ക് ഓരോന്നോരോന്ന്. സി ജി എസ് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് തുടക്കത്തിൽ. 2,40,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 പ്ലസ് പർച്ചേസ് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് ആയിട്ട് തന്നെ എടുക്കാം. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 45,000 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ പ്ലസും മൈനസും നിങ്ങൾ തെറ്റിക്കുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് കുറച്ച് പേര്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെർച്ചേസസിനെ അവിടെ നിർത്താൻ ബാക്കി രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് 2,40,000 ദെൻ മൈനസ് 45,000 ഇങ്ങോട്ട് കൊണ്ടപ്പോൾ എന്തായി? പ്ലസ് 45,000 ദെൻ പ്ലസ് 35,000 ഇങ്ങോട്ട് കൊണ്ടപ്പോൾ മൈനസ് 35,000 ഇസ് ഈക്വൽ ടു പെർച്ചേസ്. ഞാൻ തിരിച്ചു എഴുതുന്നുള്ളൂ. അപ്പോൾ ഈ 2,40,000 ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരിക. പർച്ചേസ് അവിടെ നിന്ന് കിടന്നോട്ടെ. അപ്പോൾ 2,40,000 മൈനസ് 45,000 ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് 45,000 പ്ലസ് 35,000 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 35,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? പെർച്ചേസ് ഇസ് ഈക്വൽ ടു 2,50,000 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 2,50,000 പെർച്ചേസ്. ഓക്കെ. ഇനി നമ്മൾ മൂന്നാമത് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സി ടി ആർ ആണ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. സി ടി ആർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ ക്യാഷ് പർച്ചേസസ് ഇത്ര, ക്രെഡിറ്റ് പർച്ചേസസ് ഇത്ര, അല്ലെങ്കിൽ ഇത്ര ശതമാനമാണ് ക്യാഷ് പർച്ചേസ്, ഇത്ര ശതമാനമാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ രണ്ടാമതായിട്ട് കണ്ടുപിടിച്ച പർച്ചേസ് തന്നെ എന്തായിട്ട് എടുക്കാം? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് എടുക്കാം. പ്രത്യേകിച്ചൊന്നും ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് എല്ലാ പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള അസംഷനിൽ നമ്മൾ എത്ര തന്നെ എടുത്തു? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ഇസ് ഈക്വൽ ടു 2,50,000 എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ നമുക്ക് ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കണം. ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ബൈ 2. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് 20,000 തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് 30,000 തന്നിട്ടുണ്ട്. അപ്പോൾ 20,000 പ്ലസ് 30,000 ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25,000 നമുക്ക് എന്തായിട്ട് കിട്ടി? ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് കിട്ടി. അപ്പോൾ സി ടി ആർ കണ്ടുപിടിക്കാനുള്ള രണ്ട് ഐറ്റംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. സി ടി ആർ ഇസ് ഈക്വൽ ടു 2,50,000 ഡിവൈഡഡ് ബൈ 25,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ടൈംസ് നമുക്ക് ആൻസർ കിട്ടി. അതായത് 10 ആണ് കിട്ടുക. സി ടി ആർ ആയതുകൊണ്ട് നമ്മൾ ടൈംസിൽ എക്സ്പ്രസ് ചെയ്യണം. സി ടി ആർ ഇസ് ഈക്വൽ ടു 10 ടൈംസ്. ഓക്കെ. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഫോർത്ത് വൺ എന്താണ്? ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഇതിൻ്റെ വെലോസിറ്റി, സി ടി ആറിൻ്റെ വെലോസിറ്റി എന്താ? ഇക്വേഷൻ 365 ഡിവൈഡഡ് ബൈ സി ടി ആർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ സി ടി ആർ. നമ്മൾ എത്ര കണ്ടുപിടിച്ചാൽ? തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചേക്കുന്നത് 10. അപ്പോൾ 365 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഇസ് ഈക്വൽ ടു
36.5 ആണ്. നമ്മൾ റൗണ്ട് ചെയ്ത ഡേയ്സ് ആയതുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 37 ഡേയ്സ് ആക്കി മാറ്റി. അപ്പോൾ അതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയ ആവറേജ് പേയ്മെൻറ്റ് പീരീഡിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 37 ഡേയ്സ് ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ആവറേജ് കളക്ഷൻ പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ വെലോസിറ്റി തെറ്റിക്കരുത് കേട്ടോ. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാലാണ് CTRൻ്റെ വെലോസിറ്റിയും കളക്ഷൻ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ DTRൻ്റെ വെലോസിറ്റിയും. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. ഇക്വേഷൻ ചെയ്താൽ 365 ഡിവൈഡഡ് ബൈ DTR. അതാണ് നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ DTRൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? DTR കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? DTR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ്? ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷേ സെയിൽസ് റിട്ടേണോ അല്ലെങ്കിൽ ക്യാഷ് സെയിലിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നിരിക്കുന്ന അതേ എമൗണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിലായിട്ട് എടുക്കുക. നേരത്തെ നമ്മൾ പർച്ചേസ് എടുത്തോളം തന്നെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഇസ് ഈക്വൽ ടു 3 lakhs. അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാണ്ട് എന്ത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ബൈ 2. കാരണം ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. പക്ഷെ ഡെപ്റ്റേഴ്സിന് നോക്കി നോക്കിയാൽ ക്വസ്റ്റ്യനിൽ ഒരു സ്ഥലത്തും ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടില്ല. എന്തുമാത്രമേ തന്നിട്ടുള്ളൂ? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സേ തന്നിട്ടുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ മാത്രം ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ബൈ 2 ചെയ്യാം. ക്ലോസിങ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ബൈ 2 ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലോസിങ് തന്നെയാണ് എന്തായിട്ട് എടുക്കേണ്ടത്? ആവറേജ് ആയിട്ട് എടുക്കേണ്ടത്. ഞാനത് ഡെപ്റ്റേഴ്സിനും അപ്ലിക്കബിൾ ആണ്, ക്രെഡിറ്റേഴ്സിനും അപ്ലിക്കബിൾ ആണ്, സ്റ്റോക്കിനും അപ്ലിക്കബിൾ ആണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ മാത്രം ബൈ 2 ചെയ്യുക. ക്ലോസിങ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് തന്നെ എന്തായിട്ട് എടുക്കുക? ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ആവറേജ് ഡെപ്റ്റേഴ്സ് എത്ര എടുത്താൽ മതി? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ആയ 60,000 ആണ് ഇവിടെ ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ എഴുതുക ആവറേജ് ഡെപ്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു 60,000. നമ്മൾ DTRൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് 3 lakhs ഡിവൈഡഡ് ബൈ 60,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? DTR 5 ടൈംസ് എന്ന് കിട്ടി. നമ്മളോട് DTR അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? കളക്ഷൻ പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ DTR. ഇപ്പോൾ എത്ര കിട്ടിയ? 5. 365 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്ര കിട്ടും? 73 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എത്ര നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു? 73 ഡേയ്സ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ? ഇയറിനോട് അതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് WCTR. എന്താ WCTR? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. WCTR ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇന്നലെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. CGS ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതില്ലാത്ത സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? സെയിൽസ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. CGS നമ്മൾ ഏറ്റവും ആദ്യം ITR അത് കണ്ടുപിടിക്കാനായിട്ട് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് കണ്ടുവച്ചിരുന്നു. ദാറ്റ് ഈസ് 2,40,000. അപ്പോൾ CGS കിട്ടി. വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000. അപ്പോൾ അതും കൂടെ എടുത്ത് എഴുതാം. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 50,000. അപ്പോൾ നമുക്ക് WCTR കണ്ടുപിടിക്കാം. CGS എമൗണ്ട് ആയ 2,40,000 ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആയ 50,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.8 കിട്ടും. അപ്പോൾ നമ്മുടെ WCTR എത്രയാണ്? 4.8 ടൈംസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ 6 സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 6ഉം 1 by 1 ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് പർച്ചേസസ് ആൻഡ് STR. നമുക്ക് പർച്ചേസസും കണ്ടുപിടിക്കണം, STR സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് തന്നിട്ടുണ്ട് 40,000, സെയിൽസ് റിട്ടേൺ 2,400, സ്റ്റോക്ക് അറ്റ് ദി എൻഡ് 8,300, സ്റ്റോക്ക് അറ്റ് ദി ബിഗിനിങ് 4,500, ഗ്രോസ് പ്രോഫിറ്റ് 5,600. ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട് പർച്ചേസസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, STRും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് പർച്ചേസസ് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്തോളം തന്നെ പർച്ചേസസ് കണ്ടുപിടിക്കാനായിട്ട് CGSൻ്റെ ഇക്വേഷൻ എഴുതാം. CGS is equal to purchases plus opening stock plus direct expenses minus closing stock. അപ്പോൾ അതിനാദ്യം എന്ത് കണ്ടുപിടിക്കണം? CGS നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ ക്ലൂസ് തന്നിട്ടുണ്ട്. അതായത് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? CGS കണ്ടുപിടിക്കാം. നമ്മൾ ഇത്രയാണ് CGS കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് എഴുതിയിരുന്നത്. അത് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെയിൽസിൽ നിന്ന് കുറയ്ക്കണം, എന്നാലും നമുക്ക് ആക്ച്വൽ സെയിൽസ് കിട്ടുള്ളൂ.
അപ്പോൾ അത് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറയാതിരുന്നത്. സെയിൽസ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് സെയിൽസിൽ നിന്ന് കുറച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കാനായിട്ട്, ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കാനായിട്ട്. അതിന് ഇങ്ങനെ ഇക്വേഷൻ എഴുതിയാലും മതി. CGS is equal to സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് എത്രയാണ്? 40,000 മൈനസ് സെയിൽസ് റിട്ടേൺ 2,400 മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് 5,600. അപ്പോൾ നമുക്ക് CGS എത്ര കിട്ടും? 32,000 നമുക്ക് CGS കിട്ടും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്താൽ മതി. 32,000 is equal to ഓപ്പണിംഗ് സ്റ്റോക്ക് 4,500 പ്ലസ് പേർച്ചേസസ് നമുക്കറിയില്ല, അപ്പോൾ പേർച്ചേസസ് തന്നെ എഴുതാം. മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8,300. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നേരത്തെ ചെയ്തോണം തന്നെ പർച്ചേസസിന് അവിടെ നിർത്തി ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 32,000 മൈനസ് 8,300 ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് 8,300 പ്ലസ് 4,500 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 4,500. അപ്പോൾ പർച്ചേസസ് ഇസ് ഈക്വൽ ടു 32,000 പ്ലസ് 8,300 മൈനസ് 4,500. ദാറ്റ് ഇസ് ഈക്വൽ ടു 35,800 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? പർച്ചേസസ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് പർച്ചേസസ് ഇസ് ഈക്വൽ ടു 35,800. ഓക്കെ, ഇനി നമ്മളോട് STR ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ITR തന്നെ. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. CGS നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 32,000 നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അത് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 4,500 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 8,300 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് ഈക്വൽ ടു 6,400 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ആവറേജ് സ്റ്റോക്ക് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടി. നമ്മുടെ STRൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. എത്രയാണ്? CGS എന്ന് പറയുന്നത് 32,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് 6,400. അപ്പോൾ 32,000 ഡിവൈഡഡ് ബൈ 6,400 ഇസ് ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ STR ഇസ് ഈക്വൽ ടു 5 ടൈംസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പർച്ചേസസും അതുപോലെ STRും. അത് രണ്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. ക്യാഷ് സെയിൽ 1,26,000, ക്രെഡിറ്റ് സെയിൽ 2,72,000, ക്രെഡിറ്റ് പർച്ചേസ് 2,97,000, opening creditors 60,000, opening debtors 29,000, closing debtors 45,000, closing creditors 55,000, closing bills receivable 94,000, opening bills receivable 96,000, closing bills payable 1 lakh, opening bills payable 25,000. Calculate DTR, average collection period, CTR, average payment period. എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ബിൽസ് പേയബിളിൻ്റെയും എല്ലാതും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും അതിൻ്റെ വെലോസിറ്റിയും അതുപോലെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും അതിൻ്റെ വെലോസിറ്റിയുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. തെറ്റിക്കരുത്, കാരണം എല്ലാത്തിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൂടി അങ്ങോട്ട് നിന്ന് തെറ്റിക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? DTR കണ്ടുപിടിക്കാം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽ നേരിട്ട് തന്നിട്ടുണ്ട്. ക്യാഷ് സെയിൽ എത്ര, ക്രെഡിറ്റ് സെയിൽ എത്ര സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാം. എന്താണ് ആവറേജ് ഡെപ്റ്റേഴ്സ്? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ. ഇതൊരു ബിൽസ് റിസീവബിൾ ഉണ്ടല്ലോ, അപ്പോൾ അത് എഴുതാം. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ 2. നേരത്തെ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡെപ്റ്റേഴ്സ് ഉപയോഗിച്ചില്ല, ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ഉപയോഗിച്ചില്ല, കാരണം ക്വസ്റ്റ്യൻ അതില്ലാത്തത് കൊണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചപ്പോൾ അത് രണ്ടുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷനിൽ അങ്ങനെ തന്നെ എഴുതാം. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഞാൻ നേരത്തെ പറയണം, ഓരോന്നും തെറ്റിക്കാതെ പ്രത്യേകം എടുത്ത് എഴുതാം. ആദ്യം എന്ത് എഴുതാം? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എത്രയാണെന്ന് നോക്കുക. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് കൊടുക്കുന്നത് 29,000 പ്ലസ് ദെൻ ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ എത്രയാണെന്ന് നോക്കുക. 96,000 പ്ലസ് ദെൻ അടുത്ത് നോക്കേണ്ടത് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആണ് 45,000 പ്ലസ് അടുത്തത് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ആണ് നോക്കേണ്ടത്. അത് എത്രയാണ്? 94,000 ആണ്. അപ്പോൾ അത് 4 തെറ്റിക്കാണ്ട് എടുത്തെഴുതി 4 കൂടി കൂട്ടി ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് 1,32,000 കിട്ടും. ഈ പ്രോബ്ലം സിമ്പിളാണ്, പക്ഷേ ഇത് എടുത്തെഴുതുമ്പോൾ തെറ്റിക്കാതിരുന്നാൽ മതി.
1,32,000 കിട്ടും. ഇനി DTRൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 2,72,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച ആവറേജ് ഡെപ്റ്റേഴ്സ് 1,32,000 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2.06 കിട്ടും. അപ്പോൾ DTR ഇസ് ഈക്വൽ ടു 2.06 ടൈംസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഒന്നാമത്തത് കണ്ടുപിടിച്ചു. അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കണം. എളുപ്പമാണ്. 365 ഡിവൈഡഡ് ബൈ DTR ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ DTR നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2.06. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 177 ഡേയ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിച്ചു. ആവറേജ് കളക്ഷൻ പീരീഡ് ഇസ് ഈക്വൽ ടു 177 ഡേയ്സ്. ഓക്കെ, ദെൻ അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? CTR കണ്ടുപിടിക്കണം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നേരത്തെ പറഞ്ഞാൽ ബിൽസ് പേയബിൾ ഉള്ളതുകൊണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതാം. ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആൻഡ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മുടെ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നേരത്തെ പറഞ്ഞാൽ തന്നെ ഓരോന്നും തെറ്റിക്കാതെ എഴുതാം. ആദ്യം എന്ത് എഴുതണം? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എഴുതണം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 60,000 പ്ലസ്. ദെൻ അടുത്തത് ഓപ്പണിംഗ് ബിൽസ് പേയബിൾ എഴുതണം 25,000 പ്ലസ്. അടുത്തത് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആണ്. എത്രയാണ്? 55,000 പ്ലസ്. അടുത്തത് ക്ലോസിംഗ് ബിൽസ് പേയബിൾ ആണ് 1 lakh. അങ്ങനെ 4 തെറ്റിക്കാതെ എഴുതി 4 കൂടി ആഡ് ചെയ്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എത്ര കിട്ടും? 1,20,000 കിട്ടും. ഇനി നമ്മൾ CTRൻ്റെ ഇക്വേഷനിൽ എഴുതാം. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,97,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 1,20,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.48. നമുക്ക് 2.475 ആണ് കിട്ടുക. അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതെന്ന് എഴുതാം? 2.48 എഴുതാം. അപ്പോൾ CTR ഇസ് ഈക്വൽ ടു 2.48 ടൈംസ് നമുക്ക് ആൻസർ കിട്ടി. ദെൻ അടുത്ത ഞാൻ എന്തുകൊണ്ട് കണ്ടുപിടിക്കാനുണ്ട്? അതിൻ്റെ വെലോസിറ്റി, അതായത് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. 365 ഡിവൈഡഡ് ബൈ CTR ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ CTR ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു 2.48. അത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 147 ഡേയ്സ് ആണ് നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ തന്നെ ഓരോന്നും തെറ്റിക്കാതെ എഴുതാം. ആദ്യം എന്ത് എഴുതണം? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എഴുതണം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 60,000 പ്ലസ്. ദെൻ അടുത്തത് ഓപ്പണിംഗ് ബിൽസ് പേയബിൾ എഴുതണം 25,000 പ്ലസ്. അടുത്തത് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആണ്. എത്രയാണ്? 55,000 പ്ലസ്. അടുത്തത് ക്ലോസിംഗ് ബിൽസ് പേയബിൾ ആണ് 1 lakh. അങ്ങനെ 4 തെറ്റിക്കാതെ എഴുതി 4 കൂടി ആഡ് ചെയ്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എത്ര കിട്ടും? 1,20,000 കിട്ടും. ഇനി നമ്മൾ CTRൻ്റെ ഇക്വേഷനിൽ എഴുതാം. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,97,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 1,20,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.48. നമുക്ക് 2.475 ആണ് കിട്ടുക. അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതെന്ന് എഴുതാം? 2.48 എഴുതാം. അപ്പോൾ CTR ഇസ് ഈക്വൽ ടു 2.48 ടൈംസ് നമുക്ക് ആൻസർ കിട്ടി. ദെൻ അടുത്ത ഞാൻ എന്തുകൊണ്ട് കണ്ടുപിടിക്കാനുണ്ട്? അതിൻ്റെ വെലോസിറ്റി, അതായത് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. 365 ഡിവൈഡഡ് ബൈ CTR ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ CTR ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു 2.48. അത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 147 ഡേയ്സ് ആണ് നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി താഴത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ കമ്പനി ഹാസ് ആൻ ആവറേജ് ഇൻവെൻട്രി ഓഫ് ₹7,20,000 ആൻഡ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 12. The gross profit margin 10%, credit sale 20% of the total sales, debtors 4,30,000. ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു? ആവറേജ് കളക്ഷൻ പീരീഡാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആവറേജ് ഇൻവെൻട്രി തന്നിട്ടുണ്ട്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, GP തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സും തന്നിട്ടുണ്ട്. ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് കളക്ഷൻ പീരീഡിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ് ഇക്വേഷൻ? 365 ഡിവൈഡഡ് ബൈ DTR ആണ് നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡിൻ്റെ ഇക്വേഷൻ. അതിൽ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡും അറിയില്ല, DTRും അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? DTR കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഴുതാം? DTR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. DTR ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ഓക്കെ,
അതിൽ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ തന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ സെയിൽസിൻ്റെ 20% ആണ് ക്രെഡിറ്റ് സെയിലിന് തന്നിട്ടുണ്ട്. അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്രെഡിറ്റ് സെയിൽ ആർ 20% ഓഫ് ടോട്ടൽ സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ്. ആവറേജ് ഡെപ്റ്റേഴ്സിന് ക്ലോസിംഗ് ഒരു ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആയിട്ട് എടുത്തിട്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കണം. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു ക്ലൂ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ 20% ആണ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ സെയിൽസ് അപ്പം ഇനി എവിടുന്ന് അവർക്ക് കിട്ടുന്നുണ്ടാവുക? പിന്നെയുള്ള ഇൻഫർമേഷൻ എന്താണ്? ഒരു ആവറേജ് ഇൻവെൻട്രിയും തന്നിട്ടുണ്ട്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം. അപ്പോൾ നമ്മൾ എന്തിൻ്റെ ഇക്വേഷൻ എഴുതി? ITRൻ്റെ ഇക്വേഷൻ എഴുതുക. ITR is equal to CGS divided by average stock. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? ആവറേജ് കളക്ഷൻ ബില്ലിൽ നിന്ന് തുടങ്ങി. പക്ഷെ അവിടെ ഒന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇനി ITR വെച്ചിട്ട് വേണം തുടങ്ങാൻ. അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? CGS കണ്ടുപിടിക്കണം. CGS വെച്ചിട്ട് സെയിൽസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് DTR കണ്ടുപിടിച്ചിട്ട് വേണം ആവറേജ് കളക്ഷൻ ബില്ല് കണ്ടുപിടിക്കാനായിട്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ വളഞ്ഞ് മൂക്ക് പിടിച്ചിട്ട് വേണം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ITRൻ്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. അതിൽ ITR എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇൻവെൻട്രി ടേൺ ഓവർ 12 ആണ്. 12 is equal to CGS നമുക്കറിയില്ല, അപ്പം അങ്ങനെ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ആവറേജ് ഇൻവെൻട്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7,20,000. അപ്പോൾ അത് നമുക്ക് CGS കണ്ടുപിടിക്കാം. 7,20,000 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. CGS is equal to 12 into 7,20,000. നമുക്ക് എത്ര കിട്ടും? 86,40,000 നമുക്ക് എന്തായിട്ട് കിട്ടി? CGS ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ CGS കിട്ടിയിട്ട് കാര്യമില്ല, അതിന് ഇനി എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ സെയിൽസ് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കുക? കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് കണ്ടുപിടിക്കുക. സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് CGS നമ്മുടെ കയ്യിലുണ്ട്, സെയിൽസ് നമ്മുടെ കയ്യിലില്ല, ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് CGS കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. CGS is equal to സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് 10% ഓഫ് സെയിൽസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് 100 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയായിരിക്കും? നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അസംഷനേ പറ്റുള്ളൂ, അതായത് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സെയിൽസ് 100% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്തായിരിക്കും? സെയിൽസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണ്? സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ is equal to 100% minus 10%. that is equal to 90%. മനസ്സിലായ? അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്, 10% ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് 100% ആണെങ്കിൽ CGS എന്തായിരിക്കും? എത്രയായിരിക്കും? സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കണം. സെയിൽസ് നമ്മളൊരു അസംഷൻ ആയിട്ടല്ലാണ്ട് 100% ക്വസ്റ്റ്യനിൽ ഒരിക്കലും തന്നിട്ടില്ല, നമ്മളൊരു അസംഷൻ നടത്താണ്. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇഫ് സെയിൽസ് ഈസ് 100%, കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു എന്താ? CGS ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് എന്ന് പറയുന്നത് 100 മൈനസ് 10%, ദാറ്റ് ഇസ് ഈക്വൽ ടു 90%. അതായത് CGS അപ്പോൾ എത്രയാണ്? 90% ആണ്. CGS എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 86,40,000. അപ്പോൾ CGSൻ്റെ അവിടെ എഴുതാം 86,40,000 is equal to 90% ആണ്. ആ 90%നെ 100ലേക്ക് അയക്കാൻ നമുക്ക് എന്ത് കിട്ടി? CGS അല്ല സെയിൽസ് കിട്ടിയില്ലേ? അതായത് മൊത്തം 100ലെ 90% എന്തുണ്ട്? CGS ഉണ്ട്. അത് 100% ആയാലും എന്തായിട്ട് മാറി? സെയിൽസ് ആയിട്ട് മാറി. അതല്ല ഇവിടെ നേരത്തെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ ആ 90%നെ 100ലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 90%നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 90% എന്ന് പറയുകയാണെങ്കിൽ 90/100 ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ തല തിരിയും, 100 divided by 90 ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 96 lakhs കിട്ടും. അതാണ് നമ്മുടെ സെയിൽസ് ആയിട്ട് വരിക. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ക്വസ്റ്റ്യനിലെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 10% ആണ് തന്നിട്ടുണ്ട്, അത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് അസംഷൻ നടത്താണ്? സെയിൽസ് 100% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്തായിരിക്കും? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 10%, അപ്പോൾ 90 ആണ്. CGS എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 86,40,000 is equal to 90%. ആ 90%നെ 100ലേക്ക് ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. അതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 86,40,000 divided by 90 into 100, 96 lakh നമുക്ക് എന്തായിട്ട് കിട്ടി? ടോട്ടൽ സെയിൽസ് ആയിട്ട് കിട്ടി.
ഓക്കെ, നമുക്കിവിടെ ടോട്ടൽ സെയിൽസിന്റെ ആവശ്യമില്ല. എന്തിൻ്റെയാണ് ആവശ്യം? ക്രെഡിറ്റ് സെയിൽസിന്റെ ആണ് ആവശ്യം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിന്റെ 20% ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഇസ് ഈക്വൽ ടു 20% ഓഫ് സെയിൽസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 20% ഓഫ് 96 lakh, ദാറ്റ് ഇസ് ഈക്വൽ ടു 19,20,000. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽ എത്ര കിട്ടി? 19,20,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സി ജി എസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ആ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അതൊന്നും നിങ്ങൾ പ്രത്യേകം ഒന്നും മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് എളുപ്പമാണ്. സി ജി എസ് നമുക്ക് 90% ആണെങ്കിൽ സി ജി എസിൽ നിന്ന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചപ്പോഴാണ് നമുക്ക് സി ജി എസ് കിട്ടിയത്. സെയിൽസ് എന്തായിരുന്നു? 100 ആയിരുന്നു. നമുക്ക് കിട്ടേണ്ടതും 100 ആണ്. അപ്പോൾ ആ 90നെ 100 ആക്കി മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 96 lakhs കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ക്രെഡിറ്റ് സെയിലും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. DTR ഇട്ട് കൊടുക്കുക. DTR ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 19,20,000 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് എടുക്കുക. 4,30,000, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 4.47. നമുക്ക് DTR അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. അതിൻ്റെ ഈക്വേഷൻ നമ്മൾ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച DTR, ദാറ്റ് ഈസ് 4.47, ദാറ്റ് ഇസ് ഈക്വൽ ടു 82, അതായത് 81.6 ആണ് കിട്ടുക. അത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എത്രയാക്കി? 82 ഡേയ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ്. അവിടെ ആ ക്രെഡിറ്റ് സെയിൽ നേരിട്ട് തരാമെങ്കിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല, നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ ആ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് 82 ഡേയ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ക്ലിയർ? നമുക്ക് ആക്ടിവിറ്റി റേഷ്യോയുടെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യൂ ആണ്. ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് 60,000, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് 90,000, ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ 10,000, ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ 20,000, ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് 1 month, ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ കോസ്റ്റ്, STR 10 times, opening stock was 10,000 more than closing stock. അതൊക്കെ ഇത്രയ്ക്ക് ക്ലൂ തന്നിട്ട് നമ്മളോട് ആകെ കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റ് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. നമ്മൾ നാളെ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തിരുന്ന പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് വാസ് 10,000 മോർ ദാൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണമെങ്കിൽ അത് ഏത് ഇക്വേഷനാണ് നമ്മൾ കൊടുക്കാറ്? ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കൊടുക്കാറ്. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ആവറേജ് സ്റ്റോക്ക് വേണം. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം നമുക്ക്, എന്നാലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷനിലാണ് ആവറേജ് സ്റ്റോക്ക് ഉള്ളത്? ITRൻ്റെ ഇക്വേഷനിൽ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാം. ആവറേജ് സ്റ്റോക്ക് നമ്മൾ CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ് നമുക്ക്. അപ്പോൾ ITR തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ എന്തില്ല? CGS ഇല്ല. CGSും ഇല്ല, ആവറേജ് സ്റ്റോക്കും ഇല്ല. അപ്പോൾ അവിടുന്ന് CGS കണ്ടുപിടിച്ചാലാണ് നമുക്ക് ആ ഈക്വേഷനിൽ കൊടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ആ ആവറേജ് സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ CGS കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് CGS കണ്ടുപിടിച്ചിട്ട് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? CGS കണ്ടുപിടിക്കണം. CGS കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സെയിൽസ് കണ്ടുപിടിക്കണം. സെയിൽസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരേ ഒരു ക്ലൂ എന്ന് പറഞ്ഞേക്കുന്നത് DTR തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ്. നമുക്ക് ആകെ കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ITRലാണ് ആവറേജ് സ്റ്റോക്ക് ഉള്ളത്. ITRൻ്റെ ഇക്വേഷൻ എന്താണ്? ITR ഇസ് ഈക്വൽ ടു CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ITR എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷെ എന്ത് തന്നിട്ടില്ല? CGS തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? CGS കണ്ടുപിടിക്കണം. CGS കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? DTR ആണ്. DTR തന്നിട്ട് ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിംഗും ക്ലോസിംഗും ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് DTR ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം.
അപ്പോൾ DTRന്റെ എന്ത് ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്? ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്. അതെന്താണ്? ആവറേജ് കളക്ഷൻ പീരീഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് ആണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്നും അതിനെ വിളിക്കും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി എന്നും വിളിക്കും. അല്ലെങ്കിൽ മറ്റേതിന് ഓപ്പോസിറ്റ്, അതായത് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി, അല്ലെങ്കിൽ ആവറേജ് പേയ്മെന്റ് പീരീഡ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയർ. അങ്ങനെ 3 പേരിൽ അതിനെ വിളിക്കാം കേട്ടോ. നമ്മൾ തിയറി നേരത്തെ പഠിച്ചപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസ് പഠിച്ചപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് എന്നും അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി എന്നും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിന് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്. ഇത്ര മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നത്, അതാണ് ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്. ആ രീതിയിൽ നമുക്ക് അങ്ങനെയും വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റിനെയും അങ്ങനെ വിളിക്കാം കേട്ടോ. ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയർ എന്ന് പറഞ്ഞാലും അതെന്താണ്? ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ആണ്. ഏത് രീതിയിൽ ക്വസ്റ്റ്യനിൽ വരാൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് മന്ത്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എന്ത് ഉപയോഗിക്കണം? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഉപയോഗിക്കണം? 12 ഡിവൈഡഡ് ബൈ DTR. എത്രയാണ് ആവറേജ് കളക്ഷൻ പീരീഡ്? ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് 1 ആണ്. അപ്പോൾ 1 is equal to 12 ഡിവൈഡഡ് ബൈ DTR. DTRനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 1നെ അങ്ങോട്ട് കൊണ്ടുപോവുക, രണ്ടും അപ്പോൾ എന്തായി? DTR is equal to 12 ആയി. അപ്പോൾ നമുക്ക് DTR കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം? DTRന്റെ ഇക്വേഷൻ എഴുതാം. DTR is equal to ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. അതിൽ നമുക്ക് DTR അറിയാം, ക്രെഡിറ്റ് സെയിൽ അറിയില്ല, ആവറേജ് ഡെപ്റ്റേഴ്സ് അറിയില്ല. പക്ഷെ നമുക്ക് ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്ലൂസ് തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങും ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ 4ഉം കൂടി കൂട്ടി ബൈ 2 ചെയ്യണം. അപ്പോൾ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇക്വേഷൻ എഴുതാം. ആവറേജ് ഡെപ്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്കിനി ആവറേജ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 60,000 പ്ലസ് ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ 10,000 പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് 90,000 പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ 20,000 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 90,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? നമ്മുടെ ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ DTRന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 12 is equal to ക്രെഡിറ്റ് സെയിൽ നമുക്കറിയില്ല, അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ആയിട്ട് തന്നെ ഇടുക. DTR 12 നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ 90,000. അപ്പോൾ നമുക്ക് എന്ത്? 90,000 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം ക്രെഡിറ്റ് സെയിൽ is equal to 12 into 90,000, that is equal to 10,80,000. ക്രെഡിറ്റ് സെയിൽ എത്രയാണ്? നമ്മൾ 10,80,000 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ദെൻ ഇത് ക്രെഡിറ്റ് സെയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കിട്ടേണ്ടത് ടോട്ടൽ സെയിൽസ് ആണ്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ മുകളിലാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് സെയിൽ ഇത്ര ക്യാഷ്, നേരത്തെ പ്രോബ്ലത്തിലെ പോലെ ഇത്ര ക്രെഡിറ്റ് സെയിൽ ഇത്ര ക്യാഷ് സെയിൽ എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഈ ക്രെഡിറ്റ് സെയിൽ തന്നെയാണ് എന്തായിട്ട് എടുക്കുന്നത്? ടോട്ടൽ സെയിൽസ് ആയിട്ട് എടുക്കുന്നത്. വേറെ വ്യത്യാസങ്ങൾ ക്യാഷ് സെയിൽ ഇല്ല എന്നുള്ളൊരു അസംഷനിൽ ഈ 10,80,000 തന്നെയാണ് എന്തായിട്ട് എടുക്കുന്നത്? ടോട്ടൽ സെയിൽസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? CGS കണ്ടുപിടിക്കണം. എന്നാലാണ് നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, CGS കണ്ടുപിടിക്കണം. ITRന്റെ ഇക്വേഷൻ എഴുതാം. CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. നമുക്ക് ആദ്യം CGS കണ്ടുപിടിക്കാം. എന്നതിനുള്ള ക്ലൂ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 20% ആണ്. സാധാരണ സെയിൽസിൻ്റെയാണ് തരാറ്. 20% ഓൺ സെയിൽസ് എന്നൊക്കെ തരാറ്. പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് അല്ല, അതങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 20% ഓൺ കോസ്റ്റ്. കോസ്റ്റിൻ്റെ 20% ആണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് 100 ആണെങ്കിൽ നമ്മൾ നേരത്തെ സെയിൽസ് 100 എടുത്തോണം. ഇവിടെ എന്ത് 100 എടുക്കുക? കോസ്റ്റ് 100 ആണെങ്കിൽ സെയിൽസ് എത്രയായിരിക്കും? കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് 100 ആണെങ്കിൽ സെയിൽസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 20. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. 120 ആയിരിക്കും സെയിൽസ്. മനസ്സിലായ? സാധാരണ ഗ്രോസ് പ്രോഫിറ്റ്, ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സാധാരണ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ സെയിൽസ് ആണ് തരാറ്. അപ്പോൾ നമ്മൾ എന്ത് നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ സെയിൽസ് 100 ആയിട്ട് എടുത്തു. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 20% ആണ്. അപ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? കോസ്റ്റ് 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് എത്രയായിരിക്കും? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് 100 പ്ലസ് പ്രോഫിറ്റ് 20, ദാറ്റ് ഇസ് ഈക്വൽ ടു 120. അപ്പോൾ സെയിൽസ് എത്രയാണ്? സെയിൽസ് ഇസ് ഈക്വൽ ടു 120% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സെയിൽസ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 10,80,000 ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് എന്നാണ് കണ്ടുപിടിച്ചത്? 120%. അപ്പോൾ 10,80,000 ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയല്ലോ, അതുപോലെ തന്നെ എഴുതാം.
ദെൻ അപ്പോൾ എന്നിട്ട് അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു അതിനിങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്തെ ചെയ്തോണം തന്നെ 120/100 ഇങ്ങോട്ട് വന്നപ്പോൾ 100/120. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, കോസ്റ്റ് ഇസ് ഈക്വൽ ടു 9 lakh. അതായത് ഈ 10,80,000 എന്ന് പറയുന്നത് 120 ആണ്. അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, 100ലേക്ക് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ എത്ര കണ്ടുപിടിച്ചു, 99 lakhs ആണ് കണ്ടുപിടിച്ചു. അതായത് CGS ഇസ് ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ CGS രണ്ടും സെയിം തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര കണ്ടുപിടിച്ചു, 9 lakhs കണ്ടുപിടിച്ചു. ഈ ഒരു ഏരിയ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസിൻ്റെ അല്ല, കോസ്റ്റിൻ്റെയാണ്. അപ്പോൾ കോസ്റ്റ് 100 ആയിട്ട് എടുക്കുക. അപ്പോൾ സെയിൽസ് എന്തായിരിക്കും, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് 120 ആണ്. 120 ഇസ് ഈക്വൽ ടു 10,80,000. അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, കോസ്റ്റ് 9 lakh കിട്ടും. ദാറ്റ് ഇസ് CGS ഇസ് ഈക്വൽ ടു 9 lakhs. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ITR എത്ര ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 10 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 10 ഇസ് ഈക്വൽ ടു ഇപ്പോൾ കണ്ടുപിടിച്ച CGS ദാറ്റ് ഇസ് 9 lakhs ഡിവൈഡഡ് ബൈ എന്താണ്, ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്കിന് അങ്ങോട്ട് കൊണ്ടുവരിക, 10ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, 9 lakhs ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 90,000. ഓക്കെ, നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ഇപ്പോൾ കിട്ടി. ഇനി നമ്മൾ എന്തായാലും ചെയ്തോണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്താ ക്ലൂ തന്നേക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 10,000 മോർ ദാൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ എന്താ എടുക്കാറ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് എക്സ്. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ആവറേജ് സ്റ്റോക്ക് നമ്മൾ 90,000 കണ്ടുവച്ചിട്ടുണ്ട്. 90,000 ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ എക്സ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 10,000 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 90,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2x പ്ലസ് 10,000. 90,000 ഇൻറ്റു 2 1,80,000 പ്ലസ് 10,000 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 10,000 ഇസ് ഈക്വൽ ടു 2x. ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,70,000 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 85,000. എക്സ് നമുക്ക് എത്രയായിട്ട് കിട്ടി, 85,000 ആയിട്ട് കിട്ടി. എക്സ് നമ്മൾ എന്തായിട്ടാണ് എടുത്തേക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. therefore ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 85,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എഴുതുക. അതായത് 10,000 പ്ലസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 85,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 95,000. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് 85,000ഉം ക്ലോസിംഗ് സ്റ്റോക്ക് 95,000 ആണ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. പക്ഷേ ആ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത 2 പ്രോബ്ലം അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ CGS കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 6 റേഷ്യോസും ഇൻഡിവിജ്വലായിട്ട് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 6ഉം കമ്പൈൻ ചെയ്തിട്ട് കുറച്ചധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ 4 മാർക്സിനൊക്കെ ഈ ഏരിയയിൽ നന്നായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്രയ്ക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തത്. കൃത്യമായിട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.